ഞാനുണ്ടോ? അളിയനെന്താണെന്നും പറയാനില്ലേ? അല്ലെങ്കിൽ ഒരു ചെരുപ്പ് കച്ചവടക്കാരന്റെ പ്രയാസം നിങ്ങൾക്കാർക്കും അറിയേണ്ട കാര്യമില്ല. വട്ടിക്ക് കാശ് വാങ്ങി വാങ്ങി ഞാൻ ഇന്ന് വെറും തൊട്ടിയായി. ഇതൊക്കെ നിങ്ങൾ കാരണമാ. ബാധ്യത കൂടി 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 മിക്കവാറും കട പൂട്ടേണ്ട അവസ്ഥയിലാണ്. അളിയന്റെ ബാധ്യത കൂടുതലാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാ. എന്ത് കാര്യം? കട അങ്ങോട്ട് വിൽക്കാം. എന്താ കളിയാ, ഈ പെങ്ങൾ എനിക്ക് ഇന്നൊരു ബാധ്യത. അതെന്താണ് അളിയ വിൽക്കാൻ പറയാത്തത്? അപ്പോഴേ ചെരുപ്പടം പെങ്ങൾ ഒരുപോലെയല്ല. ആര് പറഞ്ഞു രണ്ടും ഒരുപോലെ അല്ലെന്ന്? എനിക്ക് രണ്ടും ഒരുപോലെയാണ്. പിന്നെ ഒരു വ്യത്യാസം, അതായത് ചെരുപ്പ് കട എനിക്ക് വരുമാനം, നിന്റെ പെങ്ങള് എനിക്ക് ചെലവ്. അളിയോ, വിവാഹശേഷം പെണ്ണിന്റെ ചെലവ് നോക്കണ്ട അവളുടെ ഭർത്താവാ. ഓഹോ, എനിക്കിപ്പോ മനസ്സില്ല ചെലവ് നോക്കാൻ. എന്നാലും നിന്റെ പെങ്ങളെ പോലെ ഞാൻ സ്നേഹിച്ച എന്റെ ചെരുപ്പ് കട വിൽക്കാൻ നീ എന്നോട് പറഞ്ഞല്ലോ. അളിയൻ ആ കടം കെട്ടിപ്പിടിച്ചിരുന്നോ? ഒടുവിൽ കുത്തുവാളെടുക്കുമ്പോ എന്റെ അടുത്തേക്ക് ഒന്നിക്കരുത്. ഞാൻ വരും. ഓ ദേ വന്നു. ഓ പിന്നെ അതെ, വാക്കു പറഞ്ഞ അത് പാലിക്കണം. അതാണ് തറവാട്ട് മഹിമ. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും കൂടി ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും വകയിൽ പൈസ വന്നാ തരാന്ന് പറഞ്ഞത് നേരാ. അല്ലാതെ കൊല്ലം രണ്ടായിട്ടും ഒരു 5ന്റെ പൈസ പോലും തരായില്ലേ? തരണ്ടെന്ന് വിചാരിച്ചാ പിന്നെ തരാൻ പറ്റൂല. ഇന്ന് 2-1 ഒന്നെങ്കിൽ പണം അല്ലെങ്കിൽ സൽമ. അതെ, അളിയൊന്ന് പതുക്കെ പറ, കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ. ഒന്നിലേക്ക് ഒരു ഡയറക്ടർ വീടാണെന്നുള്ള കാര്യം അളിയെന്ന് ഓർക്കണം. വല്ല പത്രക്കാരുടെ ചാനലുകാരെ കണ്ട തകരുന്ന ഒരു നവാഗത സംവിധായകന്റെ ഇമേജാണ്. ഓ പിന്നെ നവാഗത സംവിധായകന്റെ അണ്ണാക്കിലേക്ക് നോക്കിയിരിക്കല്ലേ ചാനലുകാരും പത്രക്കാരും. ഒരു സംവിധായകൻ സ്വന്തം സിസ്റ്ററിന്റെ ജീവിതം ബെറ്റർ ആകണമെങ്കിൽ ഹാളിയ ഞാൻ പറയണ പോലൊക്കെ ചെയ്തേ പറ്റൂ. ശരി, അളിയൻ പറ. ഞാൻ പറയാം. 2 സുന്ദരന്മാരായ നടന്മാർക്ക് നീ അവസരം കൊടുക്കണം. അതെനിക്കൊന്ന് ആലോചിക്കണം. അധികം ആലോചിച്ചാലേ ഈ പെങ്ങൾക്ക് നീ വേറൊരു കല്യാണം കൂടി ആലോചിക്കേണ്ടി വരും. 2 നടന്മാരിൽ നിന്നും 15,000 വെച്ച് 30,000 രൂപ ഞാൻ കൈപ്പറ്റിയിരിക്കുകയാണ്. പാപ്പാ, ഇത് കൈക്കൂലിയാണ്. സ്വന്തം പെങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും കലയെ കൊലയെ ഞാൻ സമ്മതിക്കില്ല. സ്വന്തം പെങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി കലയെ നമുക്ക് അങ്ങോട്ട് കൊല്ലാൻ മണിയാ. സെൽമേ, അളിയൻ ഏകദേശം ഓക്കെ ആയിരിക്കാണ്. നീ പോയിട്ട് മാക്സിമം ചോറ് വിളമ്പ്. സംസാരിച്ചുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര വിശപ്പ്. വന്നെണ്ടെങ്കിൽ വാ, എന്തെങ്കിലും കഴിക്കാം. പ്രശ്നമൊക്കെ സോൾവ് ആയി. ഈ മൂപ്പര് പറയണ പോലെ ചെയ്യ്. അനക്ക് ഏതെങ്കിലും നടന്മാരെ വേണം, അളിയന് പൈസയും. ഇതാവുമ്പോ രണ്ടാളുടെ പ്രശ്നം സോൾവ് ആവൂലേ? അല്ലേ താത്ത, എനിക്കൊരു 5 അളിയന്മാർ കൂടി ഉണ്ടായിരുന്നെങ്കിലേ ഞാനിവിടെ നടന്മാരെയും കൊണ്ട് തെണ്ടിപ്പോയേനെ. പടച്ചോനെ, ബാക്കി 20,000 കൂടി മൂപ്പർക്ക് നടന്മാരെ കിട്ടണേ. ഓ ദാ വരുന്നു. ചെല്ല് ചെന്ന് ഉരുട്ടി അണ്ണാക്കിലേക്ക് ഇട്ടോട്. ആക്രാന്തം തീരട്ടെ തീറ്റപ്പിശാസിന്റെ. എന്തോ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിരുന്നു. നമ്മളെ മോൾ ആമിനെ പറഞ്ഞപ്പോ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി. അല്ല സാറേ, അത് സത്യത്തില് ഞാനൊന്ന് പെട്ടെന്ന് അതെ, ഇവൻ മനഃപൂർവ്വമല്ല. ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദ തന്ത്രങ്ങളാണല്ലോ ഈ മനഃപൂർവ്വങ്ങളെ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ പറയുന്നത്? ഈ കവികൾ ഇങ്ങനെയാ, ഒന്നും തിരിയൂല. ആമിനെ പറഞ്ഞ അതിന്റെ അപ്പുറോ ഇപ്പുറോ ഈ മൈനാജിക്കില്ല. എന്നിട്ട് ആമിനെ പറഞ്ഞോ? ബാപ്പാ, ഈ ഷൂട്ടിങ് ഞമ്മക്ക് വേണ്ടാന്നോള് പറഞ്ഞ അന്നേരം ഞമ്മളിത് സ്റ്റോപ്പാക്കും. നിങ്ങൾ 3 പേര് അറിയാൻ വേണ്ടി പറയാണ്. ഓളെ നിക്കാഹിന് വെച്ച കാര്യം എടുത്തിട്ടാണ് ഷൂട്ടിംഗ് പിടിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. വെഡിങ്ങിന്റെ പേരിൽ ഈ ഷൂട്ടിംഗ് മുടക്കരുത് സാർ. അല്ല, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് പ്രൊഡ്യൂസറോട് ഞാനൊരു നഗ്ന സത്യം പറയട്ടെ. ഞങ്ങൾ 3 പേരും പാരമ്പര്യമായിട്ട് നിരപരാധികളാ. പിന്നെ ഈ ജമാലാണെങ്കിൽ അല്ല, പ്രൊഡ്യൂസറുടെ മകളോട് വഞ്ചന കാട്ടൂല അല്ലേ? അതെ, കണ്ട തെണ്ടികൾക്ക് എന്റെ മോളെ ഞാൻ പിടിച്ചു കൊടുക്കൂല. അതുകൊണ്ട് ഓക്ക് വേണ്ടി ഞാനൊരു ഗൾഫുകാരനെ കണ്ടുപിടിച്ചിരിക്കും. മൂപ്പരുന്ന് കാണാൻ വരുന്നുണ്ട്. ഗൾഫുകാരൻ തന്നെയാണ് നല്ലത്. അല്ലാതെ നാട്ടില് തെണ്ടി തിരിഞ്ഞു കിടക്കണ കണ്ട അണ്ടന അടകോടനൊന്നും നമ്മുടെ മോളെ കെട്ടിച്ചു കൊടുക്കരുത്. ഡയറക്ടർ എന്ത് പറയുന്നു? അതെ അത് തന്നെയാണ്. ഈ ഞാനും അതെ. പുയ്യാപ്പിളെ കാണാൻ വരുമ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടാവണമെന്ന് ആമിനക്ക് ഒരേ വാശി. അതും കാണും. ഒരു പ്രൊഡ്യൂസറെ മകളെ കാണാൻ വരുന്നവനെ കാണാൻ ഒരു സംവിധായകനും കൂടി വേണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് പ്രൊഡ്യൂസറുടെ മകളാണ് ഈ ഇൻഡസ്ട്രിയിൽ ഇല്ലാത്തത്? ബ്രോക്കർ ഇവിടെ നിന്നോളൂ. എന്താ ഒരു ചൂട്! എന്താണോ സത്യത്തിൽ കേരളം ഒരു ഭ്രാന്താലയമല്ലോ, ചൂടാലയമാണ്. ഗൾഫിൽ കംപ്ലീറ്റ് AC അല്ലേ, കക്കൂസ് ഉൾപ്പെടെ. അയ്യേ മാമ, ഇവരൊക്കെ ആരാ?
നാട്ടിൽ വന്ന ഇത്തരം വൃത്തിയേട്ടന്മാരെ ശല്യമാണ്. നമ്മുടെ കൺട്രിയിൽ ഡൊണേഷൻ കൺട്രികളുടെ ശല്യമാണ്. പിയാപ്പിള ഇത് പിരിവാരല്ല, കലാകാരന്മാരാ. ഓഹോ, കലമുണ്ടാക്കുന്നവരോ? ഇത് നമ്മൾ എടുക്കാൻ പോകുന്ന ആൽബത്തിന്റെ പണിക്കാരാ. ഓഹോ, നമ്മൾ ഈ വർഗത്തിന് ആദ്യമായിട്ട് കാണുക. ഇത് കൺട്രോളർ മത്തായി, സാർ മൂപ്പര് പാട്ടെഴുത്തുകാരനാ, കവി. എന്ത് പൊഴിയേനും വേണ്ട, കോരപ്പുഴ കോയമോൻ. ചങ്ങമ്പുഴ ചങ്ങമ്പുഴ എന്ന് കേട്ടിട്ടുണ്ട്. ഇതേത് കോരപ്പുഴ? ഇതേത് ഓപ്പനാണ്? മൂപ്പരല്ലേ ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ആള്. ഓ, നേഴ്സറി ആയിരിക്കും അല്ലേ? അല്ല, ഡയറക്ടറാ. പേര് ജമാൽ രണ്ടത്താണി. ഞാൻ സുലൈമാൻ ഖാൻ ഫ്രം ഖത്തർ. സാർ അങ്ങ് സൽമാൻ ഖാന്റെ ആരായിട്ട് വരും? ആരുമായിട്ടും വരില്ല. നന്നായി. മാമൻസ്, എനിക്ക് സിനിമാക്കാരെ പൂച്ചമാ, ആൽബം എടുക്കുന്ന ആൾക്കാരെ പരമ പൂച്ചമാ. ഒരു അറബി ആൽബത്തിൽ ഞാൻ അഭിനയിക്ക കൂടി ചെയ്തു. ഏത് ആൽബമാണ് മരുവനെ? ബദർ ദുബൈക്കോ സമൻ. ഞാൻ അതിൽ 12 വേഷത്തിലായിരുന്നു. മാമൻസിനറിയോ, ഞാൻ ആ അറബി ആൽബം 3 ലക്ഷം ദർഹംസിന് വാങ്ങി ദുബായ് ജംഗ്ഷനിലെ എണ്ണക്കിണറിലിട്ട് കത്തിച്ചു. ആൽബം കണ്ടവനായിരിക്കും. അറബി ആയാലും മലയാളമായാലും ഇത്രയും ചീപ്പ് ഏർപ്പാടിന് ഈ സുലൈമാൻ ഫ്രം ഖത്തറിന് കിട്ടില്ല, ഒരു പട്ടിക്കും കിട്ടില്ല. നമ്മളെ നാട്ടിലൊക്കെ ഈ ആൽബത്തിന് ഭയങ്കര ഡിമാൻഡാ. ഓഹോ, ഞാൻ ഈ ആൽബങ്ങൾ കാണാറില്ല, പാട്ടുകൾ കേൾക്കാറുമില്ല. മാമൻസിനറിയോ, ഞാനൊരു സ്റ്റാൻഡേർഡ് പ്രേക്ഷകനാണ്. സമയം കിട്ടുമ്പോ കുറച്ച് ഇറാനി ഫിലിംസ് കാണും. നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം. അമിനെ വിളിക്കൂ. മിസ്റ്റർ, ഇവരൊക്കെ ആരാ? കഷ്ടം. ഒരാള് മുഖ്യമന്ത്രി, മറ്റാൾ പ്രതിപക്ഷ നേതാവ്. ഐസേ, തിരക്കിനിടയിൽ പൊളിറ്റിക്സ് ഞാൻ നോക്കാറേ ഇല്ല. അവരെയും എനിക്ക് പുച്ഛമാണ്. പുച്ഛമില്ലാത്ത ആരെങ്കിലും സുലൈമാൻ ഖാൻ ഖത്തറിനുണ്ടോ? എന്നെ ഞാൻ ഭയങ്കര സംഭവമാണ്. ഈ ഇറാൻ പടത്തിൽ താജുദ്ദീൻ പാടിയിട്ടുണ്ടോ? മാമ, എനിക്ക് ആമിനോടും സംസാരിക്കണം. ഖത്തറിലെ വീരസാഹസിക കഥകൾ ഭാവി അതുകൂടി ഒന്ന് അറിഞ്ഞിരുന്നോട്ടെ. പോരും പിയാപ്പിളെ. അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കൊട ചൂടും. അത് തന്നെ.